ലേറ്റ് നൈറ്റ് സന്ദേശം എന്ന രീതിയിൽ രാത്രി 9 മണിക്ക് നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ഓർമ്മിക്കുക, നമ്മൾ 6 മണിക്കൊരു സന്ധ്യാസന്ദേശമുണ്ട്, 8 സന്ദേശം രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യും. 6 മണിക്ക് സന്ധ്യാസന്ദേശമുണ്ട്, 9 മണിക്ക് 8 മണിക്ക് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന രാത്രി സന്ദേശമുണ്ട്, 9 മണിക്ക് ലേറ്റ് നൈറ്റ് സന്ദേശമുണ്ട്. ആ 9 മണിക്ക് റിലീസ്, അപ്പോഴേ അത് തുറക്കുള്ളൂ. 8 മണിക്ക് 6 മണിക്ക് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഫോർമാറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 6 മണിക്ക് സന്ധ്യാസന്ദേശം, 8 മണിക്ക് രാത്രി സന്ദേശം, 9 മണിക്ക് ലേറ്റ് നൈറ്റ് സന്ദേശം. അപ്പോഴേ അത് തുറക്കുള്ളൂ. എത്ര ക്ലിക്ക് ചെയ്താലും അതിന് മുമ്പ് കിട്ടില്ല. ഇപ്പം നമുക്ക് അറിയാനുള്ളത്, പ്രത്യേകിച്ച് വാട്സപ്പിൽ കിട്ടില്ല, യൂട്യൂബിൽ അത് കാണുകയില്ല, ആ സമയത്തേ അത് വരുള്ളൂ. നമ്മൾ ലേറ്റ് നൈറ്റ് സന്ദേശത്തിൽ പഠിക്കാനുള്ളത്, നിങ്ങൾ ഒരു വിഷയമെങ്കിലും പഠിക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പുതിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ആചാരത്തെക്കുറിച്ച് മാത്രമാണെങ്കിൽ ആചാരത്തെക്കുറിച്ച് മാത്രം പഠിക്കാം, കുറേയധികം പഠിക്കാം. ഈശ്വര സങ്കല്പത്തെക്കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പഠിക്കാം, കുറേ പഠിക്കാം. പിന്നെ നമുക്ക് പിന്നീട് ബാക്കിയുള്ളത് പഠിക്കാം. നമ്മുടെ പുരാണത്തെക്കുറിച്ച് കുറേ പുരാണ കഥകൾ പഠിക്കാം. ഞാൻ പുരാണത്തിൽ എക്സ്പെർട്ടാണെന്ന് പറയണ ഒരാൾ, ഞാൻ മഹാഭാരതത്തിൽ എക്സ്പെർട്ടാണെന്ന് പറയണ ഒരാൾ, ഞാൻ രാമായണത്തിൽ എക്സ്പെർട്ടാണ്, വാൽമീകി രാമായണത്തിൽ എക്സ്പെർട്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേദമന്ത്രങ്ങളിൽ എക്സ്പെർട്ടാണ്. എല്ലാം കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കില്ല ഒരു ജന്മത്തിൽ. ചില ഉപനിഷത്തുകൾ, കഠോപനിഷത്ത് എനിക്ക് നല്ലോണം അറിയാം, ഈശാവാസ്യ ഉപനിഷത്ത് നല്ലോണം അറിയാം. എന്നിട്ട് നിങ്ങൾ ബാക്കി സ്ഥലത്ത് പ്രഭാഷണം നടത്തണം. അവസരങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് കയറി അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ ഒരു വിഷയത്തിലെങ്കിലും, ഒരു ഗ്രന്ഥത്തിലെങ്കിലും, ഒരു സങ്കല്പത്തിലെങ്കിലും, അല്ലെങ്കിൽ ഒരു സെറ്റ് കഥകൾ, ഒരു സെറ്റ് അനുഭവങ്ങൾ നമ്മുടെ പൂർവികരുടെ ഗ്രന്ഥങ്ങളിലുള്ളത്, നമ്മളുടെ ഷഡ്ദർശനങ്ങളിലെ ഒരു ദർശനം, ഇത് നല്ലോണം എനിക്കറിയാം. അല്ലെങ്കിൽ എനിക്ക് സംസ്കൃതം നല്ലോണം അറിയാം, സ്പോക്കൺ സാൻസ്ക്രിറ്റ് പഠിപ്പിക്കാൻ അറിയാം, അല്ലെങ്കിൽ സംഗീതം നല്ലോണം അറിയാം, അല്ലെങ്കിൽ നൃത്തം നല്ലോണം അറിയാം, അല്ലെങ്കിൽ വാസ്തുവിദ്യ നല്ലോണം അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തുള്ള, ഏത് വിഷയം വേണമെങ്കിലും എടുത്തുള്ള, പടം വരയ്ക്കാൻ പൂർവികരുടെ രീതിയിൽ സൂര്യധർമ്മോത്തര പുരാണത്തിൻ്റെ ഭാഗമാണ് ചിത്രരചന. സൂര്യധർമ്മോത്തര പുരാണം അത് 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും പെടുന്നതല്ല, അതിൻ്റെ പുറത്ത് പെടുന്നതാണ്. അപ്പം ശരിക്ക് അങ്ങനെയുള്ളൊരു വിഷയം എനിക്കറിയാം. നല്ലോണം പ്രഭാഷണം നടത്താൻ എനിക്കറിയാം. നല്ല രീതിയിൽ മാനേജ്മെൻറ്റ്, നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള മാനേജ്മെൻറ്റ് അറിയാം, നല്ല സാഹിത്യം അറിയാം, നല്ല വ്യാകരണം അറിയാം. ഒരു വിഷയം നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അതിൽ മാസ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് പഠിക്കണം. പഠിക്കാൻ GRD അയ്യരുടെ നല്ല രീതിയിലുള്ള സ്കൂളുമുണ്ട്, ഗുരുകുലമുണ്ട്, GRD അയ്യരുടെ ഗുരുകുലമുണ്ട്. പിന്നെ ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതാക്കാൻ സാധിക്കും. വിഷ്ണു സഹസ്രനാമം പഠിച്ച് പഠിപ്പിക്കാം, നാരായണീയം പഠിച്ച് പഠിപ്പിക്കാം, ഭാഗവതം വായിക്കാൻ പഠിപ്പിക്കാം, രാമായണം വായിക്കാൻ പഠിപ്പിക്കാം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്ന് മുതൽ, ഏപ്രിൽ 1 നാളെ, നല്ല ധന്യമായിട്ടുള്ളൊരു ദിവസമാണ്. വിഡ്ഢികളുടെ ദിവസമൊന്നുമല്ല ഏപ്രിൽ 1. കാരണം സൂര്യൻ ശരിക്ക് ഏപ്രിൽ 14 തീയതിയാണ് പുതിയ റവല്യൂഷൻ തുടങ്ങുന്നത്. വിഷു സംക്രാന്തി എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അറിയാനുള്ളത്, നമ്മളെല്ലാം ഓർമ്മിക്കാനുള്ളത്, ഒരു വിഷയത്തിൻ്റെ വാഹകരാവണം നമ്മൾ. അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലേറ്റ് നൈറ്റ് സന്ദേശം. പ്രണാമം. നമസ്കാരം.